ദൈവത്തിൽ വിശ്വസിക്കുകയും എന്നിലും വിശ്വസിക്കുകയും എന്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് വാസസ്ഥലങ്ങളുണ്ട് ഇല്ലായിരുന്നെങ്കിൽ സ്ഥലം ഒരുക്കുവാൻ പോകുന്നതെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയ നിങ്ങളുടെ സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നത് നിങ്ങളുമായിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. ഞാൻ പോകുന്നതിനുള്ള വഴി നിങ്ങൾക്കറിയാം. തോമസ് പറഞ്ഞു, കർത്താവേ, നീ എവിടേക്ക് പോകുന്നത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുത്തേക്ക് വരുന്നില്ല. നിങ്ങൾ എന്നെ അറിയുന്നുവെങ്കിൽ എന്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഈശോമിശിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, ആരാധന മത്സരത്തിലെ ഉയർപ്പ് കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഉയർപ്പ് കാലഘട്ടവുമായി ബന്ധപ്പെട്ട നല്ല ചിന്തകളോടുകൂടിയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം, ബൈബിൾ ഭാഗങ്ങൾ മുഴുവനും നമ്മുടെ ജീവിതത്തിലേക്ക് സമാധാനം നൽകിയിരിക്കുന്നത്. ഏറ്റവും ആദ്യം നമ്മൾ വായിച്ചു കേട്ട പഴയ ഭാഗം ഏശയ്യാ പുസ്തകത്തിൽ വളരെ കൃത്യമായിട്ടുള്ള വിവരണങ്ങളോടുകൂടി നമ്മെ സമീപിക്കുകയാണ്. സാബത്ത് ആചരിക്കണം, സാബത്ത് ആചരിക്കുന്നവരുടെ ജീവിതത്തിലേക്ക് കൃപയൊഴുകും എന്ന ഏശയ്യാ പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്യുന്നതാണ് നമ്മൾ വായിച്ചത്. വീണ്ടും വേഗഭാഗത്തേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ ഈ കൃപയെക്കുറിച്ചുള്ള ചിന്തകൾ കൊണ്ടാണ് വിശുദ്ധ പൗലോസ് എഫെസോസിലെ സഭക്കാരോട് പ്രത്യേകമായി അരുളി ചെയ്യുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിലും ഈ ആധുനിക കാലഘട്ടത്തിലും നമുക്കുള്ള വലിയ സന്ദേശവും ഈ വേഗഭാഗം നമുക്ക് നൽകുന്നുണ്ട്. ദൈവാലയത്തോടും ദൈവിക കാര്യങ്ങളോടും നമ്മൾ എങ്ങനെ നീതിപൂർവമായി പ്രവർത്തിക്കണമോ അതനുസരിച്ച് കൃപ ലഭിക്കുവാൻ ഇടവരുന്നുള്ള കാര്യം വളരെ വ്യക്തമായ പൗലോസിനെയും നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പോൾ നാം കുറച്ചുകൂടെ വായിച്ച സുവിശേഷ ഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ തിരുവചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഏറ്റവും ആദ്യം പറഞ്ഞു വയ്ക്കുന്നത് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട എന്നുള്ള കാര്യമാണ്. ഒരു ക്രിസ്ത്യാനി ഒരു ഭൂമിയിൽ എങ്ങനെ ജീവിക്കണം എന്നതിനെ പറ്റിയുള്ള നല്ല ഒരു ധാരണ സുവിശേഷഭാഗം നമുക്ക് നൽകുന്നുണ്ട്. അത് അസ്വസ്ഥമായ ഒരു ജീവിത ശൈലിയാണ് ക്രൈസ്തവൻ സ്വീകരിക്കേണ്ടത്. ക്രൈസ്തവൻ എന്ന നിലയിൽ വിശ്വാസ ജീവിതത്തിൽ സന്തോഷത്തോടെ ജീവിക്കേണ്ടതിന്റെ ആവശ്യകത ഊന്നി പറയുകയാണ്. അവന്റെ ജീവിതം ഈ ഭൂമിയിലെ ജീവിതം കൊണ്ട് അവസാനിക്കുന്ന ഒന്നല്ല എന്നും അവന് നവമായ നിത്യമായ ഒരു ജീവിതമുണ്ട് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്. ആദ്യ ഭാഗത്തെ സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ വേണ്ടി പോകുന്നു എന്നുള്ള കാര്യം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നത്. എങ്ങനെയാണ് സ്ഥലം ഒരുക്കുന്നത്? ഓരോരുത്തരും ഈ ഭൂമിയിൽ നൽകപ്പെട്ടിരിക്കുന്ന അവകാശം ഉപയോഗിച്ച്, സ്വാതന്ത്ര്യം ഉപയോഗിച്ച് എങ്ങനെ ജീവിക്കുന്നതോ അതനുസരിച്ച് അവർ നൽകിക്കൊണ്ടിരിക്കുന്ന ഓരോ പിടി നന്മകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ഭവനം പണിയുന്ന ഒരു കർത്താവ് സ്വർഗത്തിലുണ്ട് എന്നുള്ള കാര്യം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളൊക്കെ ഭവനം പറയുന്നവരാ. പറ്റുമെങ്കിൽ നല്ല വാസയോഗ്യമായ, മറ്റുള്ളവരാണ് കുറ്റം പറയാത്ത മനോഹരമായ ഒരു വീട് വയ്ക്കുവാൻ നമ്മുടെ ജീവിത കാലഘട്ടത്തിൽ ഈ ഭൂമിയിൽ ആഗ്രഹിക്കാത്തവരായി ആണെന്നെ കാണുകയില്ല. അതുകൊണ്ട് തന്നെ മനോഹരമായ വീട് പണിയുവാൻ വേണ്ടി എത്രമാത്രം കഠിനാധ്വാനം ചെയ്യുവാൻ തയ്യാറാകുന്നവരാ നമ്മുടെ ഇടവകയിലെ കുടുംബനാഥന്മാരും നാഥനും എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് കുടുംബനാഥനോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ 100% പൂർവ്വപ്പെടുന്ന ജീവിത പങ്കാളിയാണ് കാണുവാൻ സാധിക്കുന്നത്. കാരണം നല്ല വാസയോഗ്യമായ ഒരു ഭവനം എല്ലാവരുടെയും സ്വപ്നമാണ്. ഇതുപോലെ ഒരു സ്വപ്നം കാണുവാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മെ പ്രേരിപ്പിക്കുന്നത്. ആത്മീയ ജീവിതത്തിലും ഒരു ഭവനം സ്വർഗ്ഗത്തിൽ പണിയുവാൻ നിങ്ങൾ സ്വപ്നം കാണുകയും അതിനുവേണ്ടി വീടുപണിയാനുള്ള സാധനങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഓരോ ദിവസവും അയക്കുകയും ചെയ്യാമെന്നുള്ള കാര്യമാണ് പ്രധാനമായിട്ടും സുവിശേഷ ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, ഈ ഭൂമിയിൽ നമുക്ക് ലഭിക്കുന്നത് എത്ര വർഷം എന്നുള്ളതല്ല, നമ്മൾ എങ്ങനെ നന്മകൾ ചെയ്ത് ജീവിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. വെറുതെ 100 വർഷം ജീവിക്കുന്നതിലല്ല, 50 വർഷമാണ് ജീവിച്ചതെങ്കിൽ പോലും മറ്റുള്ളവർക്കും
ഇടവകയ്ക്കും ഇടവകാര്യങ്ങളിലുമൊക്കെ നന്മകൾ ചെയ്തുകൊണ്ട് നമ്മൾ ഉറച്ച ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. നമ്മൾ മരിച്ചു കഴിയുമ്പോൾ മറ്റുള്ളവർ പറയണം, അവൻ നല്ല ഓട്ടം ഓടിയവനാണ്, നല്ല രീതിയിൽ ജീവിച്ചവനാണ്, നല്ലൊരു ക്രിസ്ത്യാനിയായിരുന്നു, നല്ല മൂല്യങ്ങളോടുകൂടി ജീവിച്ചവനായിരുന്നു എന്നുള്ള കാര്യം പറയിപ്പിക്കുവാൻ സാധിക്കണം. അപ്പോൾ സ്വർഗത്തിലെ നിക്ഷേപം വരുന്നതാണ് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. നമ്മളെല്ലാവരും ഡിപ്പോസിറ്റുകൾ സൂക്ഷിക്കുന്നവരാണ്, പറ്റുമെങ്കിൽ FD ഇടുവാൻ വേണ്ടി തയ്യാറാകുന്നവരാണ്. ആത്മീയ ജീവിതത്തിലും ഈ ഒരു FD വേണം എന്ന് ഞാൻ ആവർത്തിച്ച് പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. എങ്ങനെയാണ് FD ഇടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്വർഗത്തിൽ ദൈവത്തിന്റെ പക്കൽ ഒരു FD സൂക്ഷിക്കണം. അത് നമുക്ക് അർഹമായ സമയത്ത് അർഹമായ രീതിയിൽ തരുന്ന ഒരു കർത്താവ് നമുക്കുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മറക്കാൻ സൂക്ഷിക്കാം. ഈ ഭൂമിയിൽ നമുക്കുണ്ടാവുന്ന എല്ലാ സഹനങ്ങളും ഏറ്റെടുക്കുവാൻ ഒരു ക്രിസ്ത്യാനി ഘടകമെന്ന് പറയുന്നത്, ഇതിനുശേഷം ഈ സഹനങ്ങൾക്ക് അപ്പുറമൊക്കെ നല്ല സന്തോഷകരമായ ജീവിതം തരുവാൻ ദൈവം നമുക്കായി സ്വർഗത്തിൽ ഒരു ഭവനം ഒരുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് നന്മകൾ ചെയ്യുക. ഉയർപ്പ് കാലഘട്ടത്തിലെ ഈ 3 ന്യായം ഏറെ അനുഗ്രഹപ്രദമാകട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ.